ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം. ബിലാസ്പൂർ NIA കോടതി ജാമ്യം അനുവദിച്ചത് ഉപാധികളോടെ. രണ്ടാൾ ജാമ്യത്തിന് പുറമെ 50,000 രൂപ കെട്ടിവയ്ക്കണം. പാസ്പോർട്ടും ഹാജരാക്കണം. കേരളത്തിൽ നിന്നുള്ള MPമാരും BJP നേതാക്കളും ഛത്തീസ്ഗഡിൽ. ജാമ്യം ലഭിച്ചതിൽ സന്തോഷമെന്നും മതസ്വാതന്ത്ര്യം സംരക്ഷിക്കണമെന്നും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണം കാണാതായ സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷിക്കും. DMEക്ക് ചുമതല. അന്വേഷണങ്ങളോട് സഹകരിക്കുമെന്ന് ഡോക്ടർ ഹാരിസ്. സർക്കാരിന്റേത് പ്രതികാര നടപടിയെന്ന് രമേശ് ചെന്നിത്തല. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ പോര് കടുക്കുന്നു. സർവകലാശാല ആസ്ഥാനത്തെ സിൻഡിക്കേറ്റ് ഹാൾ VC അടച്ചുപൂട്ടി. ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്നെന്ന് രമേശ് ചെന്നിത്തല. മലയാള സിനിമയ്ക്ക് സമഗ്ര നയമുണ്ടാക്കാനുള്ള കോൺക്ലേവിന് തലസ്ഥാനത്ത് തുടക്കം. ദേശീയ പുരസ്കാരം ലഭിച്ചത് കേരളത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കുന്ന ചിത്രത്തിനെന്ന് മുഖ്യമന്ത്രി. കൂട്ടായ ചർച്ചയിലൂടെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന് മോഹൻലാൽ.